ജുവൻ റായിമിനെ വിളിച്ചിട്ടൊന്നും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കാരണം അവൻ അവളുടെ വീടിനടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന് അവളെ മീറ്റ് ചെയ്യുന്നു. അവൻ്റെ ജീവിതത്തിൽ മെർമെയ്ഡായിട്ടുള്ള സ്ഥാനം ഉൾക്കൊള്ളാൻ അവൾക്ക് ഒരു രീതിയിലും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് അവൻ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കോളാം എന്നൊക്കെ അവൻ പറയുന്നിടത്ത് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇങ്ങനെ ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ചുകൊണ്ട് അവൻ പുറകെ വന്നതുകൊണ്ട് അവൻ തന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഉണ്ട് എന്ന് അവൻ സമ്മതിച്ചപ്പോൾ അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടും രണ്ടുപേർക്കും കൂടി ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കാണാൻ അവന് സാധിക്കുന്നില്ലേ? എങ്ങനെയായാലും അവസാനം പിരിയണമെന്ന് തന്നെയാണോ അവൻ ചിന്തിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. എൻ്റെ വിവാഹം ഒരു ബിസിനസ് മെർജിംഗ് ആയിട്ടാണ് ഈ ലോകം മുഴുവൻ കാണുന്നത്. അതിനെ നഷ്ടപ്പെടുത്തിയാൽ അതുവഴി എൻ്റെ കമ്പനിക്ക് വലിയൊരു നഷ്ടമുണ്ടാവും. എൻ്റെ വീട്ടുകാർ ഒരു തരത്തിലും എന്നെ അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല. അവർ എന്നെ അവിടെ നിന്ന് ഇറക്കിവിടും. ഇനി ആ എതിർപ്പുകളെല്ലാം അവഗണിച്ച് നമ്മൾ രണ്ടുപേരും കൂടി ഒരു ജീവിതം തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുക. നമ്മളൊരു വീട് വാടകയ്ക്കെടുത്തു. കുറച്ച് ദിവസങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞു എന്ന് കരുതി ഈ ജീവിതം എങ്ങും എത്തില്ല. പിന്നെയും യാഥാർത്ഥ്യം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. പണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ എൻ്റെ നല്ല ജീവിതം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അതോടെ നമ്മുടെ ജീവിതം തകരും. അങ്ങനെ ഒരു ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എപ്പോഴത്തെയും പോലെ അവൻ പറയുന്നതൊക്കെ സത്യം തന്നെ ആയതുകൊണ്ട് റായിമിന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞാണ് അവൾ അതിനൊരു മറുപടി നൽകിയത്. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അവസാനിപ്പിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണും ഒരു ബന്ധത്തിന് തയ്യാറാവില്ല. അതേപോലെ തന്നെ എനിക്കും ഇതിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ അവളെ തടഞ്ഞിട്ട് അവളുടെ മുടിയിലൊന്ന് തലോടുന്നുണ്ട്. നീ ഇങ്ങനെ പെട്ടെന്ന് എനിക്കൊരു മറുപടി നൽകണ്ട. നന്നായി ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എന്നെ അറിയിച്ചാൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തിരികെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോയി കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ അവൻ വണ്ടി നിർത്തിയിട്ട് നീ തീരുമാനമെടുത്തോ? സാധാരണ നീ തീരുമാനങ്ങൾ എടുക്കാൻ 5 മിനിറ്റിൽ കൂടുതലൊന്നും എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ മറുപടി എന്നെ അറിയിക്കാൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. റായും മെസ്സേജ് കണ്ടെങ്കിലും അതിന് റിപ്ലൈ ഒന്നും നൽകുന്നില്ല. ഈ സമയത്താണ് അയോങ് തിരിച്ചെത്തിയത്. വന്ന ഉടൻ തന്നെ അവൾ മുറിയിൽ തൂക്കിയിരുന്ന 2 ലൈറ്റിൻ്റെ അടുത്ത് ചെന്ന് അതിൽ വല്ല ഒളിക്യാമറയും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ജൂവൻ അവിടെ ഫിറ്റ് ചെയ്തതായിരുന്നു. അത് റായിമിന് അത് ഇളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവളത് തിരികെ നൽകാതിരുന്നത്. തൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ജൂവൻ ഇത്ര കൃത്യമായി പറയുന്നത് കാരണം അവനിവിടെ എങ്ങാനും ക്യാമറ വെച്ച് തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നാണ് അയോങ്ങിൻ്റെ സംശയം. അവൾ പറഞ്ഞ് വിവരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ അവിടെ ഇല്ലാതിരുന്ന സമയത്തും അവൾ പതിവ് പോലെയൊക്കെ തന്നെയാണ് പെരുമാറിയിരുന്നത്. മുന്നറിയിപ്പ് നൽകിയിട്ടും അവളുടെ സ്വഭാവത്തിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിരുന്നില്ല എന്നൊക്കെ റായിം അറിയുന്നത്. ജുവന്റെ അമ്മ ഈ സമയം അവൻ്റെ വീട്ടിലെത്തി ജോലിക്കാരിയോട് ചോദിച്ച് അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയുകയായിരുന്നു. അവൻ എന്തോ മരുന്ന് ഇടയ്ക്കിടെ കഴിക്കുന്നുണ്ട് എന്നും അവൻ്റെ ഡോക്ടർ ഇടയ്ക്കിടെ അവിടെ വരാറുണ്ട് എന്നുമൊക്കെ ജോലിക്കാരിയിൽ നിന്ന് അമ്മ ഇപ്പോഴാണ് അറിയുന്നത്. അവനിങ്ങനെ എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളതായി അവർക്ക് ഇതുവരെ അറിയാമായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. റായിം തന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് അവൻ അവിടെ വെച്ചിരിക്കുന്നത് കണ്ട് ജോലിക്കാരിയോട് അതെടുത്തുകൊണ്ട് കളയാൻ അവർ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അവർ അത് കയ്യിലെടുത്തപ്പോഴേക്കും ജൂവൻ അവിടെ എത്തുന്നു. ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, അതെവിടെയും കൊണ്ടുപോകേണ്ട, അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവനത് ജോലിക്കാരിയെ കൊണ്ട് അവിടെ തിരികെ വെപ്പിക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായും ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങനെ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാതെ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഇനി ഒരു സഹായങ്ങളും ചെയ്തു തരില്ല, എൻ്റെ എല്ലാ സഹായങ്ങളും പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭീഷണിപ്പെടുത്തുന്നു. അവന് പക്ഷേ അതൊന്നും ഏൽക്കുന്ന മട്ടില്ല. അപ്പോഴാണ് റായിമുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അവളെ ഉപദ്രവിക്കും എന്ന രീതിയിൽ അമ്മ ഒരു ഭീഷണി നടത്തിയത്. അതോടെ അമ്മ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അവർ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അവന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നു. അവിടെയുള്ള ഒരു മ്യൂസിയത്തിൽ വെച്ചാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ജൂൺ അവിടെ ചെന്ന് അവളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് യൂൻസിയോൾ റായിമിനെ വിളിച്ചിട്ട് അവളെയും അതേ മ്യൂസിയത്തിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് അവർ ജൂവനെ മീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവൻ ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് വന്നതിനെക്കുറിച്ച് യൂൻസിയോൾ റായിമിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ അവളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലാത്തതുപോലെയാണല്ലോ അവൻ മറ്റൊരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. അവൾക്ക് ഓസ്കയോട് ശരിക്കും ഇഷ്ടമുണ്ടായിട്ടും എന്തിനാണ് അതിങ്ങനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് റായിം അപ്പോൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് ഓസ്കയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ഇഷ്ടമല്ല, മറിച്ച് വെറുപ്പാണ്. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വെറുത്ത് കഴിയുമ്പോൾ അതിനേക്കാൾ 100 ഇരട്ടി വെറുപ്പായി പോകും. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഓസ്കയെ വേദനിപ്പിക്കും എന്നൊക്കെയാണ് യൂൻസിയോൾ അതിന് മറുപടി നൽകിയത്. അവിടെ നിന്ന് ആക്ഷൻ സ്കൂളിലേക്ക് പോയ ശേഷം റായിം ജൂവനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ ഒരു ടെമ്പററി റിലേഷൻഷിപ്പിന് തയ്യാറാവണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ കൂടുതൽ സമയം അതിനെപ്പറ്റി ചിന്തിക്കാൻ അവൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ബോളിവുഡ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡെമോ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവൾ. അതിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ വീഡിയോ ഒക്കെ അന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തിരക്കിലായിരുന്നതുകൊണ്ട് ഫോൺ ക്യാബിനുള്ളിൽ വെച്ചിട്ടായിരുന്നു അവൾ പോയത്. ഈ സമയത്തൊക്കെ ജൂവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്ന് രാത്രി അവൾ വീടിനടുത്തെത്തിയപ്പോഴും അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാൻ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ അവൻ ചോദിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് അവൻ തടഞ്ഞു നിർത്തിയ ശേഷമാണ് അവൾ അവനോട് സംസാരിക്കാൻ തയ്യാറായത്. പക്ഷെ അപ്പോഴും
പതിവ് പോലെ ഒന്നും പറയാൻ നിൽക്കാതെ അവനന്ന് ബ്ലൈൻഡ് ഡേറ്റിന് പോയതിൻ്റെ ദേഷ്യമാണ് അവൾ പ്രകടിപ്പിച്ചത്. അങ്ങനെ ദേഷ്യപ്പെട്ട ശേഷം അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് അസൂയയാണോ, ഞാൻ വേറെ പെൺകുട്ടികളെയൊന്നും കാണുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അവൻ ചോദിച്ചെങ്കിലും അവൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ആരെങ്കിലും കണ്ടുപിടിച്ച് അവരുമായി മുന്നോട്ട് പോകുക, അതല്ലേ നിന്റെ കരിയറിന് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങുന്നെങ്കിലും അവൻ പിന്നെയും പുറകിൽ നിന്ന് വിളിക്കുന്നു. നിന്റെ വായിൽ നിന്ന് ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ കുറേ മിസ് ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. അവൻ്റെ ഫോണിലുണ്ടായിരുന്ന അവളുടെ ഫോട്ടോസ് അവൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. എന്തിനാണത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതെന്ന് ചോദിച്ച് അവൻ അവളെ വെട്ടിച്ചേർത്തിയിട്ട് വീണ്ടും പുതിയൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. നാളെ തന്നെ അവളുടെ തീരുമാനം അറിയിക്കണമെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൻ പോയത്. ജുവൻ്റെ അമ്മയും സിസ്റ്ററും ഓസ്കയുടെ അമ്മയും കൂടി ഒരുമിച്ച് ഒരു ഡിന്നർ കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് റായിമിൻ്റെ വിഷയത്തെക്കുറിച്ച് ജുവൻ്റെ അമ്മ ഓസ്കയുടെ അമ്മയോട് സംസാരിക്കുന്നു. സാധാരണ പെൺകുട്ടികളെ ഒഴിവാക്കാൻ പറ്റുന്ന രീതികളൊന്നും അവളുടെ അടുത്ത് നടപ്പാവുന്നില്ല എന്നൊക്കെ ജുവൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ജുവനെ കുറച്ച് കുതന്ത്രങ്ങളുള്ള ആരെങ്കിലുമായി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോൾ അവൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളും എന്ന് ഓസ്കയുടെ അമ്മ ഉപദേശിക്കുന്നു. ജുവൻ്റെ അമ്മയ്ക്ക് ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ആൾ യൂൻസിയോളാണ് എന്നാണ് തോന്നിയത്. അങ്ങനെ അവളെ വീണ്ടും ജുവനുമായി ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങുന്നുണ്ട്. അതിന്റെ ഭാഗമായി അടുത്ത് തന്നെ നടന്ന അവരുടെ ഒരു ഫാമിലി ഡിന്നറിന് യൂൻസിയോളിനെയും കൊണ്ടാണ് അവർ ചെന്നത്. ജുവനും ഓസ്കയും അത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ജുവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന രീതിയിലാണ് ജുവന്റെ അമ്മ അവളെ അവിടെ പരിചയപ്പെടുത്തിയത്. ഓസ്കയെ അമ്മ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവനെ ആദ്യമായി കാണുകയാണ് എന്ന രീതിയിലാണ് യൂൻസിയോൾ സംസാരിച്ചത്. ജുവന് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടല്ലോ എന്ന് അവൻ എല്ലാവരെയും മുന്നിൽ വെച്ച് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ യൂൻസിയോൾ ആകെ ഒന്ന് വല്ലാതെ ആവുന്നുണ്ട്. ഓസ്കയുടെ ഫാനാണ് എന്ന രീതിയിൽ സംസാരിച്ച് അവൾ പെട്ടെന്ന് തൻ്റെ ചമ്മൽ മറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും ജുവന്റെ ഭാര്യയായി ഓസ്കയ്ക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കാതെ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ യൂൻസിയോളും അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. നീ എന്തിനാണ് ഇത്രത്തോളം ഒക്കെ ചെയ്യുന്നത്? ഇതിനു വേണ്ടി എന്ത് ദ്രോഹമാണ് ഞാൻ നിന്നോട് ചെയ്തത്? നിന്നെ ഉപേക്ഷിച്ച് പോയത് ഞാനല്ലല്ലോ, നീ അല്ലേ എന്നെ ഉപേക്ഷിച്ച് പോയത്? എന്നിട്ട് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ഓസ്കാർ നിസ്സഹായതയോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നിന്നോട് തന്നെ ചോദിച്ചു നോക്കുന്നതാണ് നല്ലത്. നമുക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നീ ശരിക്കും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന്. എന്നെ ഇങ്ങനെ ആക്കിയതിൻ്റെ പ്രധാന പങ്ക് നിനക്കാണ് എന്നൊക്കെ യൂൻസിയോൾ വീണ്ടും അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് തിരികെ കയറി പോകുന്നുണ്ട്. ജുവൻ അമ്മയ്ക്കൊപ്പം തിരികെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ യൂൻസിയോളിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നേരത്തെ തന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കുന്നു. അമ്മ അറേഞ്ച് ചെയ്തതുപോലെ ഞാൻ ബ്ലൈൻഡ് ഡേറ്റ്സിനൊക്കെ പോകുന്നുണ്ടല്ലോ, അവരിൽ നിന്ന് ആരെ വേണമെങ്കിലും അമ്മയ്ക്ക് ചൂസ് ചെയ്യാം, എന്തായാലും ഇവളെ വേണ്ട, ഇവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവൾക്ക് വേറൊരാളെ ഇഷ്ടമുള്ളതുപോലെ നിനക്കും വേറൊരാളെ ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ല മാച്ച്. അവളുടെ സമ്പത്തും സൗന്ദര്യവും ഒക്കെ വെച്ച് അവൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലേ ഉള്ളൂ അത്ഭുതപ്പെടാൻ എന്നൊക്കെ അമ്മ പറയുന്നു. അങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ അമ്മ തൻ്റെ മരുമകളായി അവളെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നറിഞ്ഞപ്പോൾ ജുവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തിരികെ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൻ ഓസ്കയുടെ അടുത്തേക്ക് ചെന്ന് താൻ അറിയാതെയാണ് അമ്മ യൂൻസിയോളിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, തന്നെ അക്കാര്യത്തിൽ കുറ്റക്കാരനാക്കരുതെന്ന് പറയുന്നുണ്ട്. ഓസ്കയ്ക്ക് പക്ഷേ അക്കാര്യത്തിലായിരുന്നില്ല അവനോട് ദേഷ്യം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് താനും യൂൻസിയോളും തമ്മിൽ നേരത്തെ അറിയാമെന്ന് അവൻ പറഞ്ഞത് ഓസ്കയെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞത് കാരണം യൂൻസിയോൾ അവിടെ അപമാനിക്കപ്പെടേണ്ടതായിരുന്നു. അവളുടെ മുഖം ആ സമയത്ത് നീ ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ പെൺകുട്ടികളെ കെയർ ചെയ്യാത്ത രീതിയിൽ നീ എന്താണ് എപ്പോഴും സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഓസ്ക അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ എന്ന് പറഞ്ഞ ജുവൻ തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഓസ്കയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ഇതിനെപ്പറ്റി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റായും അവൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നാളത്തെ ട്രെയിനിങ്ങിൻ്റെ സമയം രാവിലത്തേക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഓസ്ക അത് സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല റായും ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ അവൾക്കൊപ്പം ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അവൻ പറയുന്നു. റായിമിന് അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അപ്പോൾ തന്നെ റായിമിനെ മീറ്റ് ചെയ്യാനായി പോകാൻ തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ജുവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓസ്ക അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. ജുവൻ ഈ സമയത്ത് യൂൻസിയോളിനെ വിളിച്ച് അവളുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. ഓസ്കയും അവളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിക്കും എന്തായിരുന്നുവെന്ന് ജുവൻ ചോദിക്കുന്നു. മുമ്പ് ഇഷ്ടത്തിലായിരുന്നുവെന്ന് യൂൻസിയോൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഇഷ്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും യൂൻസിയോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിലും ഓസ്ക ഇപ്പോഴും അവളെ ആത്മാർത്ഥമായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാവുന്നില്ല. അവൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവന് മറ്റൊരു അഫെയർ ഉള്ളതിനെക്കുറിച്ച് തനിക്കൊരു പ്രശ്നമല്ല. അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ വരില്ല. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായി മാത്രം ഇതിനെ കണ്ടാൽ മതി. അങ്ങനെ കൊണ്ടുപോകാനാണ് തനിക്കും താല്പര്യം എന്ന രീതിയിലാണ് യൂൻസിയോൾ സംസാരിച്ചത്. റായും മുമ്പ് ഒരു തവണ ജുവനെ കൊണ്ടുപോയ അതേ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയായിരുന്നു ഓസ്കയുമായിട്ടും പോയത്. പോർക്കിൻ്റെ കുടലും തോലുമൊക്കെ ഡ്രൈ ചെയ്തുള്ള ഡിഷസൊക്കെ ജുവനെ പോലെ കഴിക്കാതിരിക്കാനൊന്നും ഓസ്ക ശ്രമിക്കുന്നില്ല. അവൾക്കൊപ്പം അവനും അത് കഴിക്കുന്നുണ്ട്. ജുവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ അവളുമായി മീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്നും ഓസ്ക അവളോട് പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടും അവസാനമായിട്ടും ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടത് യൂൻസിയോളിനെ മാത്രമാണ്. പക്ഷേ അവളിപ്പോൾ തൻ്റെ ജീവിതത്തിൽ വില്ലനായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഓസ്ക വേദനയോടെ അവളോട് പറയുന്നുണ്ട്. ജീവിതത്തിൽ വില്ലന്മാരായി മാറുന്നവരൊക്കെ എപ്പോഴെങ്കിലും മനസ്സിന് വല്ലാതെ മുറിവേൽക്കപ്പെട്ടവരാണ്.
യൂൻസിയോളും അക്കൂട്ടത്തിലാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കിടയിൽ എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ റായും അവനോട് പറയുന്നു. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എന്തോ തെറ്റാണ് അവളെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതെന്ന് എനിക്കും ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനെന്ന് ഓസ്കർ സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ആക്ഷൻ സ്കൂളിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ആക്ഷൻ സ്കൂളിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അവർ ഒരു ലോൺ എടുത്തിരുന്നു. ലോണിന്റെ പകുതിയും അടയ്ക്കാനുള്ള പലിശ മുഴുവനും അടച്ചു തീർത്തതായി ബാങ്കിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞുവെന്ന് റൈമിനെ എപ്പോഴും സഹായിക്കാനുള്ള ആ സീനിയർ ജങ്സുവിനെ അറിയിക്കുന്നു. പക്ഷെ ജങ്സു അത് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആരാണ് ഇങ്ങനെ പേയ്മെന്റ് നൽകിയത് എന്നുള്ള കാര്യം ബാങ്കിൽ വിളിച്ച് അന്വേഷിക്കാൻ ജങ്സു അവനെ ഏർപ്പാടാക്കുന്നുണ്ട്. ജൂവൺ ആണ് പേയ്മെന്റ് നൽകിയത് എന്ന് ബാങ്കിൽ നിന്ന് അറിഞ്ഞ ജങ്സു അവന്റെ ഓഫീസിൽ ചെന്ന് കണ്ട് എന്തിനാണ് തങ്ങളുടെ കടബാധ്യത തീർക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അവരെ സഹായിക്കാനാണ് ശ്രമിച്ചത്. നീ ഇങ്ങനെ ദേഷ്യപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മുഴുവൻ പേയ്മെന്റ് നൽകാതെ പകുതി മാത്രം നൽകിയത്. പക്ഷേ ഇതൊരു ഔദാര്യമായി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറേശ്ശെയായി ആ പണം എനിക്ക് തിരികെ നൽകിയാൽ മതി എന്ന് ജൂവൺ അവനോട് പറയുന്നു. ജൂവൺ റൈമിന്റെ ശരീരത്തിലായിരുന്ന സമയത്ത് ഒരു ദിവസം ജുങ്സുവിന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് ബാങ്കിൽ നിന്ന് പേയ്മെന്റ് അടയ്ക്കണമെന്ന് പറഞ്ഞുള്ള കോൾ വന്ന് അവൻ അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയായിരുന്നു അവൻ ലോണിനെ പറ്റി അറിഞ്ഞത്. റൈമിനും ഭാവിയിൽ ഇതേപോലെയുള്ള കോളുകൾ ചെല്ലുമല്ലോ എന്നോർത്തുകൊണ്ടാണ് അവൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചതും. പക്ഷേ ജെൻസു അവന്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറാവാതെ ക്യാഷ് തിരികെ വാങ്ങണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആക്ഷൻ സ്കൂളിൽ പുതിയതായി വന്ന ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത് റായിമാണല്ലോ. അടുത്ത ഒരു ദിവസം അവരിൽ 2 പേർ തങ്ങൾക്ക് ഈ പ്രൊഫഷൻ ശരിയാവില്ല എന്ന തീരുമാനം കാരണം പിരിഞ്ഞു പോവുകയാണ് എന്ന് അവരെ അറിയിക്കുന്നു. താൻ ട്രെയിൻ ചെയ്യിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെ ആ കരിയർ വേണ്ടെന്ന് വെച്ച് തിരികെ പോകുന്നതിൽ റായിമിന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അവൾ അധികം സമയം അവിടെ നിന്ന് സംസാരിക്കാതെ അവർക്ക് പോകാനുള്ള പെർമിഷൻ നൽകിയിട്ട് വേഗം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. പുതിയതായി വന്നവർക്ക് ഇനിയും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു വർക്ക്ഷോപ്പ് നടത്തേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് തീരുമാനിക്കാൻ ജെങ്സു ആ സീനിയറിന് നിർദ്ദേശം നൽകുന്നു. സീനിയർ റായിമിനെയും ജുവണിനെയും കൂടി സെറ്റാക്കാൻ വേണ്ടി തന്നെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവൻ ജുവണിൻ്റെ ഓഫീസിലെത്തി അവനെ കണ്ട് അവനോടും ഇതിനെക്കുറിച്ച് പറയുന്നു. വർക്ക്ഷോപ്പ് നടത്താനുള്ള സ്ഥലവും ഫുഡും ഒക്കെ ഫ്രീ ആയിട്ട് നൽകാൻ തയ്യാറാണ് എന്ന് ജുവൺ സീനിയറിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്ന സ്ഥലത്തേക്ക് അത് അറേഞ്ച് ചെയ്യാമെന്ന് സമ്മതിച്ചാണ് സീനിയർ അവിടെ നിന്ന് പോയത്. ജുവന്റെ കീഴിൽ തന്നെയുള്ള ഒരു റിസോർട്ടിൽ വെച്ച് വർക്ക്ഷോപ്പ് നടത്താനാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സീനിയർ പോയ ഉടൻ തന്നെ അവൻ തൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു. ആക്ഷൻ സ്കൂളിലെ അംഗങ്ങൾ അവിടെ ക്യാമ്പിനെത്തിയ സമയത്ത് അവനും അവിടെ ഉണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെയുള്ള ജോലിക്കാർക്ക് അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. തീരെ പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് എന്ന രീതിയിലാണ് അവനും സീനിയറും തമ്മിൽ സംസാരിച്ചത്. റൈമിനും ജങ്സുവിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ജങ്സു ആ സീനിയറിനെ തനിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത്. ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് പോയപ്പോഴും ജുവൺ റൈമിനെ മാത്രം അവിടെ പിടിച്ചു നിർത്തുന്നു. കുറച്ച് ദിവസങ്ങൾ എനിക്ക് നല്ല തിരക്കായതുകൊണ്ട് നിന്റെ മറുപടിയെ പറ്റി അന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ, എന്താണ് തീരുമാനിച്ചത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. എനിക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും അകത്ത് നിന്ന് ജൂനിയേഴ്സൊക്കെ വിളിക്കുന്നതിനാൽ അവന് അവളെ വിടേണ്ടി വരുന്നു. അന്ന് രാത്രി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ സമയത്ത് ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ താൻ ആക്ഷൻ സ്കൂളിൻ്റെ ഡയറക്ടർ പൊസിഷനിൽ നിന്ന് രാജിവെക്കുകയാണ്. അടുത്തതായി ഡയറക്ടർ ആവാൻ പോകുന്നത് റൈമിനെ എപ്പോഴും സഹായിക്കാനുള്ള സീനിയർ ആണ് എന്നുള്ള വിവരം ജെങ്സു അനൗൺസ് ചെയ്തത്. അവൻ ഡയറക്ടറുടെ സ്ഥാനത്തിരുന്ന് നന്നായി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു രാജിയെന്ന് പുതിയതായി വന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ജൂവണ്ണും അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അവനും അതിനെപ്പറ്റി മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് റായും അവരോട് അതിനെപ്പറ്റി വിശദീകരിച്ചത്. വളരെ ഡേഞ്ചറായിട്ടുള്ള പ്രൊഫഷനാണല്ലോ അവരെല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഷൂട്ടിനിടയിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ച് മരണപ്പെടുകയോ മറ്റോ ചെയ്താൽ അങ്ങനെ ഒരാളുടെ അഭാവത്തിൽ ആക്ഷൻ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള നടത്തിപ്പ് ഒരു പ്രശ്നമായി തീരരുത്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും ഓരോ വർഷം വീതം മാറി മാറിയാണ് ഇതുവരെ ഡയറക്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സീനിയേഴ്സ് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു റൂൾ. ഇങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും ആക്ഷൻ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിനെ പറ്റിയുള്ള ഒരു പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ സ്കൂളിൻ്റെ നടത്തിപ്പിനെ അത് ബാധിക്കുകയില്ല. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ റായും അവരോട് വിശദീകരിക്കുന്നു. അതിനുശേഷം എല്ലാവരും കൂടി വൈൻ കഴിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജെങ്സു പുറത്തേക്ക് ഇറങ്ങുന്നു. ജൂവണ്ണും അവൻ്റെ ഒപ്പം പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. കുറച്ചു മുമ്പ് അവൻ തൻ്റെ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ കൂളായിരുന്നുവെന്ന് ജൂവൺ പറയുന്നു. കാരണം CEO സ്ഥാനത്ത് നിന്ന് ഒരിക്കലും പുറത്താവാതെ എങ്ങനെ അവിടെ നിൽക്കാമെന്നാണല്ലോ അവരെ പോലുള്ളവരൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആൾ മനസ്സോടെ അത് ഒഴിവാക്കാൻ തയ്യാറാവുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഭാവിയിൽ അപ്പോൾ റായിമും അവിടുത്തെ ഡയറക്ടർ ആവാൻ സാധ്യതയുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. അവൾക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് ജെങ്സു അറിയിക്കുന്നു. ജൂൺ കുറച്ച് സമയം അവിടെ നിന്ന് അവനോട് സംസാരിച്ച ശേഷം തിരികെ എത്തിയപ്പോഴേക്കും റായും ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. കുറച്ചുപേർ അപ്പോഴും അവിടെ ഇരുന്ന് വൈൻ കഴിക്കുന്നുണ്ട്. അവിടെയുള്ള സോഫയിലൊക്കെ ഓരോരുത്തർ കയറി ഉറക്കം പിടിച്ചിരുന്നു. അവൻ തൊട്ടടുത്തുള്ള റൂമിൽ പോയി നോക്കിയെങ്കിലും അവിടെയും കുറച്ചുപേർ കയറി ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു.
ജുവൻ തിരികെ ഹാളിലേക്ക് തന്നെ ചെന്ന് സോഫയിൽ കിടന്ന് ഉറങ്ങിയിരുന്നവർ പുതച്ചിരുന്ന പുതപ്പെടുത്ത് റായിമിനെ പുതപ്പിക്കുന്നു. മറ്റൊരു പുതപ്പെടുത്ത് അവനും തറയിൽ വിരിച്ച് അവളുടെ അടുത്തായി തന്നെ കിടക്കുന്നു. റായിമിനെ ഇങ്ങനെ തൊട്ടടുത്ത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവൻ കുറേ സമയം അവൾ ഉറങ്ങുന്നതും ആസ്വദിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടതുപോലെ അവൾ നെറ്റി ചുളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവനത് നേരെ വെക്കാനായി അവളുടെ നെറ്റിയിൽ തൊടുന്നു. ഉറക്കത്തിലായിരുന്നെങ്കിലും റായിം അത് അറിയുന്നുണ്ട്. അങ്ങനെ അവൾ കണ്ണു തുറന്ന് അവനെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.